കഥ തുടരുന്നു. റിസോർട്ടിലെ മുറിയിൽ തിരിച്ചെത്താൻ രോഹിത് കൂടുതൽ സമയമെടുത്തു. അവനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രീതിയിലെ വാക്കുകൾ സൃഷ്ടിച്ച രോഷത്തോടെയാണ് നടന്നതെങ്കിലും അതവൻ്റെ വേഗത കൂട്ടിയിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ പ്രീതി അവനെതിരെ നടത്തിയ പരാമർശങ്ങൾ അവനിൽ കടുത്ത ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു. അതിനൊപ്പം അവനെ തട്ടി താഴെയിടം വിധമുള്ള ഓർമ്മകൾ, പ്രത്യേകിച്ച് ഷഹാനയെക്കുറിച്ചുള്ളവ അവൻ്റെ ബോധത്തിലേക്ക് തള്ളിക്കയറി. എങ്കിലും റിസോർട്ടിൻ്റെ പരിചിതമായ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവന് വർത്തമാനകാലത്തെ തിരിച്ചുപിടിക്കാനായി. പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ തൻ്റെ ഫോൺ കയ്യിലെടുത്ത് അവൻ മിസ്ഡ് കോളുകൾ പരിശോധിച്ചു. 4 കോളുകൾ. 2 അവൻ്റെ ഫ്രണ്ടിൻ്റേത്, 2 റോഷ്നിയുടേത്. പിന്നീട് ഒന്ന് ഫ്രഷായ ശേഷം റോഷ്നിയെ വിളിക്കാമെന്ന ചിന്തയോടെ അവൻ ആദ്യം കൂട്ടുകാരനെ വിളിച്ചു. നീ ഇതെവിടെയായിരുന്നു? അതൊക്കെ പറയാം, ആദ്യം നീ പറയ്. നിൻ്റെ ശബ്ദം വല്ലാതിരിക്കുന്നുണ്ടല്ലോ, എന്തുപറ്റി? അച്ഛൻ വീണ്ടും ഹോസ്പിറ്റലിലായടാ. ഞാൻ കുറച്ച് കാശ് അഡ്ജസ്റ്റ് ചെയ്ത് അയച്ചു. നീ ഒരു കാര്യം ചെയ്യ്, കഴിയുന്നത്ര കാശ് ഉടനെ ഒന്ന് അയക്ക്. ഓക്കെ ഡൺ. നീ എവിടുന്നാ അഡ്ജസ്റ്റ് ചെയ്തത്? വേറെ ആരോട് ചോദിക്കാൻ? ആ അറുപ്പിഷ്ക ഹോട്ടലുടമയോട് തന്നെ. ദൈവമേ, ആ ബ്ലേഡാണോ കാശ് തന്നത്? 30 ചോദിച്ചു, 10 തന്നു. അയാളുടെ കാശും കൂടി സെറ്റിൽ ചെയ്യണ്ടേ? ഞാൻ അതുകൂടി അയക്കാം. വേണ്ടടാ, അങ്ങർക്ക് പിന്നീട് കൊടുക്കാം. അതുപോട്ടെ, നീ എവിടെയായിരുന്നു? നേരിട്ട് കാണുമ്പോൾ പറയാം, ഒത്തിരി കാര്യങ്ങളുണ്ട്. ആരായിരുന്നു നിൻ്റെ കൂടെ? പ്രീതി? അതേടാ, അവൾ തന്നെ. ഞാൻ നാളെ വിളിക്കാം. കാശ് ഇപ്പം തന്നെ ഞാൻ അയക്കാം. ഓക്കേടാ, ബൈ ബൈ. പണം അയച്ച ശേഷം അവൻ എന്തിനെന്നില്ലാതെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പ്രീതി വീണ്ടും തന്നെ തേടിയെത്തില്ലെന്ന് രോഹിത്തിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ടാവും. സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും മനസ്സിലേക്ക് കടന്നു വരാൻ തുടങ്ങിയപ്പോൾ അവന് അരിശം വന്നു. വെറുതെ നല്ലൊരു ദിവസം പാഴായിപ്പോയി, അവൻ സ്വയം പറഞ്ഞു. ഒരുപക്ഷെ തന്നെ ഒഴിവാക്കാൻ അവൾ തീരുമാനിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ തൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊന്നും സംസാരിക്കാൻ അവൾക്ക് കഴിയില്ല. സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ കിടക്കയിലേക്ക് വീണു. എല്ലാം തൽക്കാലത്തേക്കെങ്കിലും മറക്കാനുള്ള ശ്രമത്തിൽ താൻ വിജയിച്ചെന്ന് തോന്നിയപ്പോൾ അവൻ ബാത്റൂമിലേക്ക് പോയി. എങ്കിലും ഷവറിന് താഴെ നിൽക്കുമ്പോൾ എന്തിനെന്നില്ലാതെ രോഹിത് നിശബ്ദമായി കരയാൻ തുടങ്ങി. ഷവറിൽ നിന്ന് വീണ തണുത്ത വെള്ളം കണ്ണീരിൻ്റെ ചൂടിനു മേലേക്ക് ഒഴുകിയിറങ്ങി. ഒന്നും വേണ്ടിയിരുന്നില്ല. എന്തിനാണ് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത്? സത്യത്തിൽ അവൾക്ക് അവസരം ഒരുക്കി കൊടുത്തത് താൻ തന്നെയാണ്. ഒരു സാധാരണ പരിചയത്തിനപ്പുറം കടക്കാൻ അവളെ അനുവദിക്കരുതായിരുന്നു. ഇന്നും അവൾ ഒരുക്കിയ കെണിയിൽ താൻ വീണു പോവുകയായിരുന്നോ? അവൻ സ്വയം ചോദിച്ചു. താൻ അമിതമായി പ്രതികരിക്കരുതായിരുന്നു. പക്ഷേ എത്രയെന്ന് വച്ചാണ് ക്ഷമിക്കുക? ഇന്നവൾ പറഞ്ഞതൊന്നും പെട്ടെന്ന് പറഞ്ഞു പോയതല്ല. കുറേ ദിവസങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്നവ അവൾ പുറത്തേക്ക് ഒഴുക്കിവിടുക മാത്രമായിരുന്നു, ബോധപൂർവം തന്നെ. സത്യത്തിൽ താൻ കുറച്ചുകൂടി ശക്തമായി അവളുടെ വാക്കുകളെ പ്രതിരോധിക്കേണ്ടതായിരുന്നു. അതിനു പകരം താൻ എന്തുകൊണ്ടാണ് അവളെ പറയാൻ അനുവദിച്ചത്? അവൾ പറയുന്നതൊക്കെ ശരിയാണെന്ന ധാരണ അവളിൽ കൂടുതൽ ശക്തമാക്കും വിധം ഇടയ്ക്ക് താൻ നിശബ്ദനായി പോയത് എന്തുകൊണ്ടാണ്? സത്യത്തിൽ തനിക്ക് അവളോടുള്ള പ്രണയമാണ് എല്ലാ ഘട്ടത്തിലും കാര്യങ്ങൾ കുഴപ്പമാക്കിയത്. അവൻ സ്വയം കുറ്റപ്പെടുത്തി. താൻ ഒരിക്കലും അവളെ ഷഹാനയുടെ സ്ഥാനത്ത് കാണരുതായിരുന്നു. അവളോട് തനിക്കുണ്ടായിരുന്ന പ്രണയം അതേ ആഴത്തിൽ അവൾക്ക് തന്നോടുമുണ്ടെന്ന് താൻ കരുതി മുന്നോട്ട് പോകരുതായിരുന്നു. വാസ്തവത്തിൽ അവൾക്ക് തന്നോടുണ്ടായിരുന്നത് പ്രണയം തന്നെയായിരുന്നോ? തൻ്റെ സൗഹൃദത്തെ അവൾ മുതലെടുക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ഇല്ലെങ്കിൽ റാഗിംഗ് കേസിനെ തീരെ നിസ്സാരമായി കാണുന്നതുപോലെ അവൾ പെരുമാറിയത് എന്തുകൊണ്ടാണ്? എന്തായാലും കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ വിമർശന ബുദ്ധിയോടെ തനിക്കെതിരെയുള്ള ആരോപണങ്ങളാക്കി മാറ്റാൻ അവൾ ബോധപൂർവം തന്നെ ശ്രമിച്ചു. അവൾ അങ്ങനെ ചെയ്തത് തന്നോടുള്ള പ്രണയം കൊണ്ടാണെന്ന് പറയാൻ അവൾക്ക് മാത്രമേ കഴിയൂ. സാധാരണ സൗഹൃദമോ പരിചയമോ മാത്രമുള്ള ഒരാൾക്ക് പോലും ഇത്രയും ക്രൂരമായി സംസാരിക്കാനാവില്ല. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ രോഹിത്തിന് കുറച്ച് ഉന്മേഷം തോന്നിയെങ്കിലും കൺപോളകളിൽ ചെറിയ നീറ്റൽ അനുഭവപ്പെട്ടു. ഫോണെടുത്ത് റോഷ്നിയെ വിളിക്കാൻ തുടങ്ങുമ്പോൾ അതുവരെ തോന്നാത്ത എന്തൊക്കെയോ അവൻ്റെ മനസ്സിൽ വന്നു നിറയുന്നതായി അവന് തോന്നി. നീ ഇപ്പോഴാണോ വിളിക്കുന്നത്? പകുതി തമാശയായും പകുതി കാര്യമായും റോഷ്നി ചോദിച്ചു. സോറി, എനിക്കൊപ്പം പ്രീതി കൂടിയുണ്ടായിരുന്നു. വിശദമായി പിന്നീട് വിളിക്കാമെന്ന് കരുതി. എന്താ നിൻ്റെ ശബ്ദം വല്ലാതിരിക്കുന്നത്? പനി പിടിച്ചോ? ഇല്ലില്ല, ഇപ്പോൾ കുളിച്ചതേയുള്ളൂ, അതാവും. എവിടെയായിരുന്നു നിങ്ങളുടെ ഈസ്റ്റർ സ്പെഷ്യൽ? ഏയ്, അങ്ങനെയൊന്നുമില്ല ടീച്ചർ. എന്താ വിളിച്ചത്? ടീച്ചറോ? സോറി, പെട്ടെന്ന് ഓർത്തില്ല. എന്നാൽ ഇനി ശരിയായി വിളിക്ക്, കേൾക്കട്ടെ. ഇനി ഓർത്തോളാം. അത് ഓർത്തോ, പക്ഷേ ഇപ്പോൾ വിളിക്ക്, കേൾക്കട്ടെ. റോഷ്നി, തെല്ലിൽ അജയോടെ അവൻ വിളിച്ചു. പോരാ, ഒന്നുകൂടി കേൾക്കട്ടെ. ഹായ് റോഷ്നി, അവൻ പറഞ്ഞൊപ്പിച്ചു. റോഷ്നി പൊട്ടിച്ചിരിച്ചു. എന്താ പേടിച്ച് വിളിക്കുന്നത്? സ്മാർട്ടായി വിളിക്ക്. ആദ്യമായിട്ടല്ലേ, അതുകൊണ്ടാവും, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും റൊമാൻറ്റിക്കായ ശബ്ദമാണ് നിൻ്റേത്. ആ ശബ്ദത്തിൽ എൻ്റെ പേര് വിളിക്കുന്നത് കേൾക്കാനൊരു കൗതുകം, അത്രയേ ഉള്ളൂ, റോഷ്നി പറഞ്ഞു. അത്രയേ ഉള്ളൂ? രോഹിത് ചോദിച്ചു. എന്താ, അത് പോരെ? പോരാ, ഒരു കാമുകൻ്റെ സ്വരത്തിൽ അവൻ പറഞ്ഞു. അതിന് നിനക്ക് നല്ലൊരു ഗേൾഫ്രണ്ട് ഉണ്ടല്ലോ. അവന് പെട്ടെന്നൊന്നും പറയാനായില്ല. റോഷ്നി അത് തിരിച്ചറിഞ്ഞു. എന്തുണ്ടായി? ഒന്നുമില്ല.
നിന്റെ ശബ്ദത്തിൽ വരുന്ന മാറ്റം, നിന്റെ മൗനങ്ങൾ എല്ലാം എനിക്ക് മനസ്സിലാവും. പറയ്, എന്താണെങ്കിലും പറയ്. അത് ബ്രേക്കപ്പായി. ഇത്ര പെട്ടെന്നോ? കാരണം എന്തായാലും നഷ്ടമുണ്ടായത് അവൾക്കാണ്. റോഷ്നി അവനെ ആശ്വസിപ്പിക്കും മട്ടിൽ പറഞ്ഞു. പക്ഷേ അവൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ടൈപ്പല്ല. അത് നിനക്ക് എങ്ങനെ പറയാനാവും? എന്താണ് സംഭവിച്ചതെന്ന് പറയ്. എനിക്ക് എന്തെങ്കിലും ചെയ്യാനായാലോ? അവനും പ്രീതിക്കുമിടയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവൻ പറയാൻ തുടങ്ങി, വളരെ വിശദമായി തന്നെ. റോഷ്നി എല്ലാം ശ്രദ്ധയോടെ കേട്ടു. ഇടയ്ക്ക് ചില സംശയങ്ങൾ ചോദിച്ചു. ഉണ്ടായതൊക്കെ അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ റോഷ്നി അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട ചിലത് പറഞ്ഞു. അവൻ തീരെ പ്രതീക്ഷിക്കാത്ത ചില രഹസ്യങ്ങൾ. ഞാൻ പറയുന്നത് ചിലപ്പോൾ നിനക്ക് വിശ്വസിക്കാനാവില്ല. സന്ദേശം ഏതാണ്ട് നീ നേരിട്ടതുപോലെ ഒരു ബ്രേക്കപ്പിന് ശേഷമാണ് എന്നെ ആദ്യമായി കാണുന്നത്. എന്നാൽ കല്യാണം കഴിക്കാൻ സന്ദേശം പരിഗണിച്ച ആദ്യ പെണ്ണായിരുന്നു ഞാൻ. ശരിക്കും? അതെ. ബീച്ചിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യം കാണുന്നത്. അന്ന് കാണുമ്പോൾ നിന്റെ എന്തോ സാമ്യം സന്ദേശമുണ്ടെന്ന് എനിക്ക് തോന്നി. സന്ദേശിനെ എനിക്കിഷ്ടമായത് തന്നെ അതുകൊണ്ടാണ്. വിചിത്രമായ മുഖവുരയോടെയാണ് സന്ദേശ് എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയത്. എല്ലാം തുറന്നു പറഞ്ഞതുകൊണ്ടാവാം സന്ദേശിൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനായി. ആണിലും പെണ്ണിലും ഒരേപോലെ തൽപരനായ ഒരു ബൈസെക്ഷൽ ആണ് താനെന്ന് അവൻ തുറന്നു പറഞ്ഞു. പലപ്പോഴും സ്വവർഗാനുരാഗമാണ് തന്നിൽ മുന്നിട്ട് നിൽക്കുന്നതെന്നും സന്ദേശ് വിശദീകരിക്കാൻ ശ്രമിച്ചു. ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കാനും ക്രമത്തിൽ സ്വവർഗാനുരാഗം പൂർണ്ണമായി ഒഴിവാക്കാനുമുള്ള പരിശീലനത്തിലാണ് താനെന്നും എൻ്റെ സഹകരണവും വൈകാരിക പിന്തുണയും കൂടി കിട്ടിയാൽ തീർച്ചയായും ഒരു ഹെറ്ററോസെക്ഷൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് കഴിയുമെന്നും സന്ദേശ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഒരു സ്ത്രീയും പെട്ടെന്ന് അംഗീകരിച്ച് തരാനിടയില്ലാത്ത കാര്യങ്ങളാണ് താൻ പറയുന്നതെന്ന് ആവർത്തിച്ച സന്ദേശ് വളരെ വ്യക്തമായി അതുകൂടി പറഞ്ഞു. പക്ഷേ ശരിക്കും ഒരു ഭർത്താവായി മാറാൻ എനിക്ക് കുറേ നാളുകൾ കൊണ്ട് മാത്രമേ സാധിക്കൂ. തുറന്ന മനസ്സോടെ സന്ദേശ് എന്നെ ക്ഷണിച്ചത് അവൻ്റെ ലൈഫ് പാർട്ണറായി തന്നെയാണ്. പക്ഷേ സത്യത്തിൽ അവസാന പരിണാമം തീരെ പ്രവചിക്കാൻ കഴിയാത്ത ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമാകാനാണ് ആ ക്ഷണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. എങ്കിലും സന്ദേശിൻ്റെ തുറന്ന പറച്ചിലിൻ്റെ സ്വാഭാവികതയും ചില നിമിഷങ്ങളിലെ ഗ്രാമ്യമായ നിഷ്കളങ്കതയും കൊണ്ടാവാം ഒരു ലിവിങ് ടുഗദറിന് ഞാൻ സമ്മതമറിയിച്ചു. അത് വിജയിക്കുകയാണെങ്കിൽ വിവാഹം എന്ന ഉപാധിയോടെ. സന്ദേശിന് ഞാൻ അനുവദിക്കുന്ന അതേ സ്വാതന്ത്ര്യം എനിക്കും എടുക്കാമെന്ന് സന്ദേശ് പറഞ്ഞു. എല്ലാം ഒരു സാധാരണ കാര്യം എന്ന പോലെയാണ് സന്ദേശ് പറഞ്ഞത്. ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് കിട്ടിയ അനുഭവങ്ങളും ആഴങ്ങളുള്ള വായിച്ചറിവുകളുമൊക്കെ സന്ദേശിനെ വിചിത്ര നിലപാടുകളെടുക്കാൻ പ്രാപ്തനാക്കിയതെന്ന് തോന്നുന്നു. എൻ്റെ സ്വാതന്ത്ര്യം എന്താണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി സന്ദേശ് ഇങ്ങനെ കൂടി പറഞ്ഞു. ഞാൻ ഉദ്ദേശിക്കുന്നത് സമാന്തരമായി റോഷ്നിക്ക് വേറെ പ്രണയമോ ലൈംഗിക ബന്ധമോ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തന്നെയാണ്. റോഷ്നി അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ് സന്ദേശ് പറഞ്ഞതെങ്കിലും അതെല്ലാം വളരെ സ്വാഭാവികമായാണ് എനിക്ക് തോന്നിയത്. ഏതോ കഥ കേൾക്കും മട്ടിലാണ് റോഷ്നിയുടെ വാക്കുകൾ രോഹിത് കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ റോഷ്നിയുടെ ആ തുറന്ന പറച്ചിൽ അവനിൽ ആത്മവിശ്വാസം കൊണ്ടുവന്നു. ഒപ്പം മുമ്പ് ഒന്നും തോന്നാത്ത വിധത്തിലുള്ള ശക്തമായ ലൈംഗികാഭിനിവേശവും. എന്തുകൊണ്ടോ തൻ്റെ സെക്ഷൽ ഫാൻറ്റസികളുടെ ഫോക്കസ് പെട്ടെന്ന് റോഷ്നിയിൽ കേന്ദ്രീകരിക്കാൻ തുടങ്ങുന്നതും അവൻ തിരിച്ചറിഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പ്രീതിയോട് തോന്നിയ രോഷം രോഹിത്തിൻ്റെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമായി. പകരം ഒരു ബ്രേക്കപ്പ് മൂഡിലേക്ക് അവൻ വഴുതി വീണു. എങ്കിലും റോഷ്നിയിൽ നിന്ന് കിട്ടിയ ആത്മധൈര്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കും വിധം ആ ബ്രേക്കപ്പ് മൂഡ് ശക്തമാകാതിരിക്കാൻ രോഹിത് ബോധപൂർവം ശ്രമിച്ചു. മനസ്സിനെ തൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ പോകുന്ന നിലപാടെടുക്കാൻ അവൻ ശ്രദ്ധിച്ചു. പ്രീതിയെക്കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് മനസ്സ് വഴുതി വീഴാൻ തുടങ്ങുമ്പോൾ തന്നെ അവൻ മനസ്സിനെ തിരിച്ചു വിളിച്ചുകൊണ്ടിരുന്നു. പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധയെ തിരിച്ചുവിട്ടു. പ്രീതിയോട് ക്ഷമാപണം നടത്താനോ ആ പ്രണയം തിരിച്ചു പിടിക്കാനോ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന നിലപാടിൽ അവൻ ഉറച്ചു നിന്നു. പ്രീതി സൃഷ്ടിച്ച ശൂന്യതയുടെ സ്ഥാനത്ത് റോഷ്നിയെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമവും അവൻ്റെ മനസ്സിൻ്റെ ഏതോ കോണിൽ രൂപപ്പെടാൻ തുടങ്ങി. എങ്കിലും നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് മാറ്റുന്ന മനസ്സിൻ്റെ കളിക്ക് കടിഞ്ഞാണിടാനുള്ള അവൻ്റെ ശ്രമങ്ങൾ ചിലപ്പോഴെങ്കിലും അവനെ സമ്മർദ്ദത്തിലാക്കി. പ്രീതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു മടങ്ങിവരവ് അവൻ ആഗ്രഹിച്ചില്ല, പ്രതീക്ഷിച്ചതുമില്ല. എന്തുകൊണ്ടെന്നാൽ അവനെ പൂർണ്ണമായും ഒഴിവാക്കാൻ ആഗ്രഹിക്കും വിധമാണ് പ്രീതി അവളുടെ വാക്കുകൾ മുന്നോട്ട് കൊണ്ടുപോയതെന്ന് അവൻ വിശ്വസിച്ചു. അപ്പോഴത്തെ അവളുടെ ശരീരഭാഷയും അത് ശരിവയ്ക്കും വിധമായിരുന്നു. ആ നിമിഷങ്ങൾ വീണ്ടും കാണുന്നത് പോലെ ഓർത്തെടുക്കാൻ രോഹിത് ഇടയ്ക്ക് ശ്രമിച്ചു. അപ്പോഴൊക്കെ അവളിൽ നിന്ന് പുറത്തേക്ക് വന്ന വെറുപ്പിൻ്റെ ഭാഷ ആദ്യം കേട്ടപ്പോഴെന്ന പോലെ അവനെ വേട്ടയാടി. അതേസമയം അവൾ മനസ്സിലുള്ളതൊക്കെ പുറത്തെടുക്കും വരെ അവൾക്ക് തന്നോട് കടുത്ത പ്രണയമാണെന്ന് തന്നെ അവൻ വിശ്വസിച്ചു. പക്ഷേ ഇപ്പോഴവൻ സ്വയം വിശ്വസിക്കാൻ ശ്രമിച്ചത് അവൾക്കുണ്ടായിരുന്നത് കടുത്ത ലൈംഗികാഭിനിവേശം മാത്രമായിരുന്നു എന്നാണ്. ഒരുപക്ഷെ അവൾ അതിനെ പ്രണയമായി തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ സ്വന്തം കന്യകാത്വം അവൾ തനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തുമായിരുന്നില്ല. അതുമല്ലെങ്കിൽ ഒരു സെക്സ് ഡോളിൻ്റെ സ്ഥാനം മാത്രമാണ് അവൾ തനിക്ക് തന്നത്. ചിന്ത ആ ദിശയിലേക്ക് വഴിമാറിയപ്പോൾ അവന് തന്നോട് തന്നെ വെറുപ്പ് തോന്നി. ഒപ്പം അവ്യക്തമായ ഒരു തരം നഷ്ടബോധവും.
എങ്കിലും അപൂർവം ചില നിമിഷങ്ങളിൽ അവൻ്റെ മനസ്സിൽ ചെറിയ കുറ്റബോധം കടന്നു വന്നു. സത്യത്തിൽ തെറ്റ് തൻ്റെ ഭാഗത്താണോ? താൻ കുറെ കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ ബ്രേക്കപ്പ് ഒഴിവാക്കാൻ കഴിയുമായിരുന്നോ? പക്ഷേ അവൻ്റെ ആ കുറ്റബോധത്തിന് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് കൃത്യമായി അവനെ ബോധ്യപ്പെടുത്തുന്ന ഒരു സന്ദേശം വൈകാതെ കടന്നു വന്നു. രോഹിത്തിനെ അതൊരിക്കൽ കൂടി തട്ടി താഴെയിട്ടു. റോഷ്നിയുമായി വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുന്നതിനിടെയാണ് തീരെ അപ്രതീക്ഷിതമായി പ്രീതിയുടെ ആ മെസ്സേജ് വന്നത്. തൻ്റെ ശരീരം വിറയ്ക്കുന്നതും നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നതും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ രോഹിത് ശ്വാസമടക്കി ആ മെസ്സേജിലൂടെ കടന്നുപോയി. ഹായ് രോഹിത്, ഇടയ്ക്ക് ഒരു ഡോക്ടർ എബിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നില്ലേ? എബിയുമായി എൻ്റെ വിവാഹം ഏതാണ്ട് ഉറപ്പിച്ചു. എല്ലാറ്റിനും എബി തന്നെ മുൻകൈയെടുത്തു. എബി തന്നെ എൻ്റെ ബന്ധുക്കളെ കണ്ട് എല്ലാം സംസാരിച്ചു. മനസ്സമ്മതം മിക്കവാറും അടുത്ത മാസം, ഔപചാരികമായ ക്ഷണം പിന്നീട്. പിന്നെ ആ ദിവസം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാറ്റിനും ക്ഷമ ചോദിക്കുന്നു. എക്സ്ട്രീംലി സോറി. നിനക്ക് എന്നെ വെറുക്കാനാവില്ലെന്നറിയാം, എങ്കിലും പറയുന്നു, ഒന്നും മനസ്സിൽ വയ്ക്കരുത് പ്ലീസ്. പരിസരബോധം തിരിച്ചു കിട്ടിയപ്പോൾ രോഹിത് ആ മെസ്സേജിന് താഴെ ഓക്കെ എന്ന് മാത്രം മറുപടി അയച്ചു. അത് കാത്തിരുന്ന പോലെ ആ മാത്രയിൽ തന്നെ പ്രീതി അവളയച്ച മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. ആ ശൂന്യതയ്ക്ക് താഴെ അനാഥമായി കാണപ്പെട്ട അവൻ്റെ ഓക്കെ അവനും പിൻവലിച്ചു. പ്രീതിയുടെ ഭാഗത്തു നിന്നുണ്ടായ അപ്രതീക്ഷിതമായ ആ പ്രഖ്യാപനം രോഹിത്തിനെ വീണ്ടും വൈകാരിക പ്രതിസന്ധിയിലാക്കി. തൻ്റെ സെക്ഷൽ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് പ്രീതി മുന്നോട്ട് വച്ച ചോദ്യങ്ങൾ, നേരത്തെ അവൻ സൃഷ്ടിച്ച പ്രതിരോധ കവചങ്ങളെ വകഞ്ഞുമാറ്റി വീണ്ടും അവൻ്റെ മനസ്സിലേക്ക് കടന്നുകയറി. അതിൻ്റെ പ്രഭാവം അപകർഷ ചിന്തകളിലേക്ക്, ആശയക്കുഴപ്പത്തിലേക്ക് അവനെ തള്ളിയിട്ടു. നേരത്തെ റോഷ്നി പുറത്തുവിട്ട വെളിപ്പെടുത്തലുകളിലൂടെ അവൻ ഉയർത്തിക്കൊണ്ടുവന്ന തൻ്റെ ആത്മധൈര്യം പതിയെ പതിയെ തന്നെ കൈവിടാൻ തുടങ്ങുന്നതായി അവന് തോന്നി. ചില ദിവസങ്ങളിൽ ലീവെടുത്ത അവൻ ലോഡ്ജിലെ തൻ്റെ മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ചു. ഭക്ഷണമുറിയിലേക്ക് വരുത്തി. നല്ല ഉറക്കം കിട്ടാതെ വന്നപ്പോൾ സ്റ്റോക്ക് ഉണ്ടായിരുന്ന മദ്യം അകത്താക്കി. എന്നിട്ടും ഉറക്കം വളരെ വൈകി മാത്രമേ കടന്നു വന്നുള്ളൂ. ആ ദിവസങ്ങളിൽ ലോകവുമായി അവനെ ബന്ധിച്ചത് റോഷ്നിയുടെ വാട്സപ്പ് സന്ദേശങ്ങൾ മാത്രമായിരുന്നു. തൻ്റെ മെസ്സേജുകളോടുള്ള രോഹിത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിഴലിച്ചിരുന്ന വിഷാദം ശക്തമായി തുടങ്ങുന്നത് റോഷ്നി കൃത്യമായി തിരിച്ചറിഞ്ഞു. നാളെ ഞാനങ്ങോട്ട് വരുന്നു, ഒരു ദിവസം നിന്നോടൊപ്പം ഉണ്ടാകും. റോഷ്നിയുടെ പെട്ടെന്നുള്ള ആ സന്ദേശം അവനെ യാഥാർത്ഥ്യത്തിലേക്ക് തട്ടി ഉണർത്തി. യു ആർ മോസ്റ്റ് വെൽക്കം എന്ന് മറുപടി അയച്ച ശേഷം അവൻ തിരക്കിട്ട് തൻ്റെ മുറി വൃത്തിയാക്കി. പിന്നെ കുളിച്ച് പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞു. ആ മെസ്സേജ് വളരെ പെട്ടെന്ന് തന്നിലുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അവന് നേരിയ ഉന്മേഷം തോന്നി. റോഷ്നി മുറിയിലേക്ക് കടന്ന മാത്രയിൽ നിയന്ത്രണം കൈമോശം വന്നതുപോലെ അവൻ അവളെ തൻ്റെ കൈകൾക്കുള്ളിലാക്കി ചുംബിക്കാൻ തുടങ്ങി. എന്താ, നീ എന്നെ റേപ്പ് ചെയ്യാൻ പോവുകയാണോ? ചിരിച്ചുകൊണ്ട് റോഷ്നി ചോദിച്ചു. ചോദ്യം കേൾക്കാത്ത മട്ടിൽ അവൻ ചുംബനം തുടരാൻ നോക്കി. നിക്ക്, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, അവൾ പറഞ്ഞു. പിന്നീടുണ്ടായ പ്രണയത്തിൻ്റെ ശാരീരിക പരിഭാഷകളിൽ മുൻകൈയെടുത്തത് രോഹിത് തന്നെയായിരുന്നു. അത് റോഷ്നിയെ മാത്രമല്ല അവനെ തന്നെയും അത്ഭുതപ്പെടുത്തി. നീണ്ടുനിന്ന ആ പ്രണയ നിമിഷങ്ങൾക്ക് ഒടുവിൽ വിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ റോഷ്നി അക്കാര്യം പറഞ്ഞ് അവനെ പ്രശംസിച്ചു. പ്രീതിയുടെ ആരോപണങ്ങൾക്കുള്ള ഒരു മറുപടി എന്ന പോലെ. നീ ശരിക്കും നിൻ്റെ പൗരുഷം തെളിയിച്ചിരിക്കുന്നു. ചെറുചിരിയോടെ അങ്ങനെ പറഞ്ഞ റോഷ്നി അവനെ ചുംബിച്ചു. റോഷ്നിയുടെ പ്രശംസ അവൻ്റെ ആത്മവിശ്വാസത്തെ പെട്ടെന്നുയർത്തി. എങ്കിലും തൊട്ടുമുമ്പ് താൻ കാട്ടിയ പ്രണയത്തിൻ്റെ ശരീരഭാഷയിൽ കടന്നുകൂടിയ അക്രമോത്സുകത ഓർത്ത് അവന് നേരിയ ലജ്ജ തോന്നി. ഇതിൽ ലജ്ജിക്കാനൊന്നുമില്ല, സത്യത്തിൽ ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്, രോഹിത്തിൻ്റെ മനസ്സ് വായിച്ചതുപോലെ റോഷ്നി പറഞ്ഞു. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ? അവൻ ചോദിച്ചു. അല്ല, സത്യം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങൾ ഇപ്പോഴാണ് നടന്നത്. അവൻ്റെ മുടിയിഴകൾ തഴുകിക്കൊണ്ട് അവൾ പറഞ്ഞു. താങ്ക് യു, അവൻ പതിയെ പറഞ്ഞു. നിന്നെപ്പോലെ തന്നെ മൾട്ടിപ്പിൾ ഓർഗാസം ഉള്ളയാളാണ് സന്ദേശ്. പക്ഷേ നിന്നോളം അത് പ്രകടമാക്കാൻ സന്ദേശിന് കഴിയാറില്ല. ഒരു പക്ഷേ പഴയ അനുഭവങ്ങളുടെ ഹാങ് ഓവർ കൊണ്ടാവും. പക്ഷേ നിൻ്റെ കാര്യം അങ്ങനെയല്ല. സാധാരണ സെക്സ് ലൈഫ് പിന്തുടരാൻ നിനക്ക് എളുപ്പം കഴിയുമെന്നുറപ്പാണ്. നിൻ്റെ പ്രയോറിറ്റി അതാണെങ്കിൽ. രോഹിത് കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം റോഷ്നി പറഞ്ഞപ്പോൾ അവന് സന്തോഷം തോന്നി. ഇവിടേക്കാണ് വരുന്നതെന്ന് സന്ദേശിനോട് പറഞ്ഞിരുന്നോ? കുറച്ചു കഴിഞ്ഞ് അവൻ ചോദിച്ചു. പറഞ്ഞിരുന്നു. ഞങ്ങളൊന്നും പരസ്പരം മറച്ചു പിടിക്കാറില്ല, അവൾ പറഞ്ഞു. ഇവിടെ ഉണ്ടായ കാര്യങ്ങൾ? അവൻ ആശങ്കയോട് ചോദിച്ചു. തുറന്നു പറയൂ. ഞങ്ങൾ പരസ്പരം അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം ഇന്ന് ഞാൻ ആസ്വദിച്ചെന്ന് ആദ്യമായി. രോഹിത് വിശ്വാസം വരാതെ റോഷ്നിയെ നോക്കി. പരിചയപ്പെടുമ്പോൾ തന്നെ ഞങ്ങൾ പരസ്പരം അനുവദിച്ച ഫ്രീഡമാണത്. ചിലപ്പോഴൊക്കെ സന്ദേശം ആ സ്വാതന്ത്ര്യം എടുക്കാറുണ്ട്, എൻ്റെ അറിവോടെ. ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നും സന്ദേശിനോട് പറയുമോ? ആകാംക്ഷയോടെ രോഹിത് ചോദിച്ചു. പറഞ്ഞില്ലെങ്കിൽ ഊഹിച്ചെടുക്കും. ഞാനിങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇങ്ങനെയൊരു സാധ്യതയെക്കുറിച്ച് സന്ദേശിന് നന്നായി അറിയാം, റോഷ്നി പറഞ്ഞു. പക്ഷേ അത് പിന്നീട് കുഴപ്പങ്ങൾക്കിടയാക്കില്ലേ? രോഹിത് സംശയം പ്രകടിപ്പിച്ചു. കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കുന്നതാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. മാത്രമല്ല സന്ദേശ് സാധാരണ ആൾക്കാരെ പോലെയല്ല. എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തുമ്പോൾ തന്നെ സ്വന്തം ബൈസെക്ഷാലിറ്റിയെക്കുറിച്ച് മറ്റാരെങ്കിലും തുറന്നു പറയുമോ? ഒന്ന് നിർത്തിയ ശേഷം റോഷ്നി തുടർന്നു.
ലോകത്തുള്ള പുരുഷന്മാരിൽ നല്ലൊരു ശതമാനം പേരും ബൈസെക്ഷൽ താല്പര്യങ്ങൾ ഉള്ളവരാണെന്ന കാര്യം നിനക്കറിയാമോ? പക്ഷേ അവരിൽ ഭൂരിപക്ഷം പേരും അക്കാര്യം പങ്കാളിയിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു. എന്നിട്ട് സാധാരണ മട്ടിൽ അവരത് രഹസ്യമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. സന്ദേശിനും അതേ വഴി സ്ഥിരീകരിക്കാമായിരുന്നു. സന്ദേശ് സ്വയം വെളിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്നും അറിയില്ലായിരുന്നു. ഒരിക്കലും. അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് ഞാൻ കാര്യങ്ങൾ മറച്ചു പിടിച്ചാൽ ചതി എന്നാണ് അതിൻ്റെ പേര്, അവൾ പറഞ്ഞു. അത് ശരിയാ, പക്ഷേ ഒരു ഭർത്താവ് എന്ന നിലയിൽ സന്ദേശിന് ഇത് ഉൾക്കൊള്ളാനാവുമോ? അവൻ ചോദിച്ചു. സന്ദേശിന് ഇതൊക്കെ എളുപ്പം ഉൾക്കൊള്ളാനാവും. അതുമാത്രമല്ല, എനിക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സ്വാതന്ത്ര്യം നിന്റെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ എടുക്കുകയെന്നും സന്ദേശിന് നന്നായി അറിയാം. ദൈവമേ, അപ്പോൾ എന്നെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ടോ? രോഹിത് ചോദിച്ചു. മറ്റേരെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്? ഞാൻ പഠിച്ച ക്യാമ്പസിലെ ഒരുപാട് ആൺകുട്ടികൾ, പിന്നെ സഹപ്രവർത്തകരായ പുരുഷന്മാർ ഒക്കെ എന്നോട് പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പ്രണയം തോന്നിയത് നിന്നോട് മാത്രമാണ്. അത് പറയുമ്പോൾ രോഷിനിയുടെ മുഖം നേരിയ ലജ്ജ കൊണ്ട് തുടുത്തു. ഒരിക്കൽ സന്ദേശ് പറഞ്ഞത് എന്താണെന്നോ? സ്വയം മാറാനുള്ള എൻ്റെ പരിശ്രമത്തിൽ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ റോഷ്നിയിൽ മാത്രമാവും ഞാൻ ഫോക്കസ് ചെയ്യുക. പക്ഷേ പിന്നെയും എനിക്ക് ശ്രമിക്കേണ്ടി വരും നിൻ്റെ മനസ്സിലെ രോഹിത്തിനോടൊപ്പം എത്താൻ. വലിയൊരു തമാശ മട്ടിലാണ് സന്ദേശ് അങ്ങനെ പറഞ്ഞതെങ്കിലും അത് സത്യം മാത്രമാണെന്ന് എന്നെപ്പോലെ സന്ദേശിന് കൃത്യമായി അറിയാം, റോഷ്നി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. റോഷ്നിക്ക് തന്നോടുള്ള പ്രണയത്തിൻ്റെ ആഴം രോഹിത്തിന് നന്നായി അറിയാം. പക്ഷേ അത് അവളിൽ നിന്ന് തന്നെ കേട്ടപ്പോൾ തൻ്റെ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം പൂർണ്ണമായും തിരിച്ചു കിട്ടിയതുപോലെ അവന് തോന്നി. എങ്കിലും റോഷ്നി മറ്റൊരാളുടെ വൈഫ് പാർട്ണർ ആണെന്ന ചിന്ത നേരിയ കുറ്റബോധമായി തൻ്റെ മനസ്സിൻ്റെ ഏതോ കോണിൽ സ്ഥാനം പിടിക്കുന്നത് രോഹിത് തിരിച്ചറിഞ്ഞു. കഥ തുടരും.